നമ്മുടെ സംഭാഷണത്തിന് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. സുനിൽ അശോകപുരം പ്രശസ്തനായ ചിത്രകാരനാണിന്ന്. ഒരു 35 വർഷത്തെ ചിത്രകലയിലൂടെയുള്ള സുനിലിൻ്റെ യാത്രയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇല്ലുസ്ട്രേഷൻസ്, അതിലൂടെയാണ് ആദ്യം ഞാൻ സുനിലിനെ പരിചയപ്പെടുന്നത്. പിന്നീട് സുനിലിൻ്റെ ചിത്രങ്ങൾ. അപ്പോൾ ചിത്രകലാ പഠനം, യാത്രയുടെ തുടക്കം എന്ന നിലയിലൊക്കെ സുനിൽ എന്താണ് ഈ അവസരത്തിൽ ഓർമ്മിച്ചെടുക്കുന്നത്? മാഷ് ചോദ്യം വെച്ചാണെങ്കിൽ എൻ്റെ ഒരു ചിത്രകലാ പഠനം 82-84 വർഷങ്ങളിലായിട്ടാണ് ഒരു ചിത്രകലാ കോഴ്സിന് യൂണിവേഴ്സിറ്റി ആർട്സിൽ ചേരുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പേ ഞാൻ വേറെ രീതിയിലുള്ള ചില നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് സാംസ്കാരിക പരിപാടികളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെയാണ് ശരിക്കും ഇത് പഠിക്കാൻ പോകണം എന്നുള്ളൊരു ആവശ്യമായിട്ട് തോന്നുന്നത്. അതിന് മുമ്പ് വരയ്ക്കായിരുന്നു. അങ്ങനെ പല സ്കെച്ച് ബുക്കുകളൊക്കെ വാങ്ങി നിരന്തരം ആ ബുക്കിൽ വരച്ചിടുമായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അതിലൊരു പറമ്പിലൂടെയാണ് പോവുക. അപ്പോൾ അവിടെ ഒരാൾ വീട്ടിലിരുന്നിട്ട് സ്ഥിരം ചിത്രം വരയ്ക്കുന്നത് കാണുക. അപ്പോൾ ദേവൻ എന്ന് പറഞ്ഞ അയാളുടെ പേര്, അയാളുടെ അനിയനൊക്കെ എൻ്റെ സുഹൃത്താണ്. അപ്പം അയാൾ അധികം പോകുമ്പോഴും വീട്ടിൻ്റെ ഈ ചുമരിലുള്ള ഈ സിനിമാ നടന്മാരെ, അതും ബോൾ പെൻ ഉപയോഗിച്ചിട്ട് പല നടന്മാരുടെയും അതിൽ അയാൾക്ക് ഭയങ്കര സ്കില്ലുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ട് വീട്ടിലൊക്കെ വെക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും അയാളുടെ ചിത്രങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ, ഊണഴിക്കാൻ പോകുന്ന സമയത്തും വൈകുന്നേരമൊക്കെ. പിന്നെ അയാൾ പിന്നെ ചിത്രം വരയ്ക്കുന്നു എന്താണെന്ന് അറിയില്ല. അത് ശരിക്കും എനിക്കൊരു ഒരു ഊർജ്ജമായിരുന്നു, ഞാൻ എന്നും കാണുന്നതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മളുടെ ബുക്കിലൊക്കെ വരച്ചിടുകയും അങ്ങനെ വരയ്ക്കുകയും, പിന്നീടാണ് വരയ്ക്കാനായിട്ടുള്ള തന്നെ പുസ്തകങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിൽ ചിത്രം വരയ്ക്കുകയും. പിന്നെ ആ സമയത്തൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ നമ്മൾ ചെറിയ വായനകളൊക്കെ അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു മധുമാഷ് തുടങ്ങിയ ഒരു ചേതന ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ പുസ്തകം എടുക്കുകയും വായിക്കുകയും മധുമാഷയൊക്കെ കാണുകയും. അവിടെ മധുമാഷ ഓരോ പരിപാടികൾ, അവിടെ കടമനിട്ട വന്നിട്ട് അവിടെ ഒരു ഹിന്ദി വിദ്യാലയമുണ്ട്, സാഗർ ഹിന്ദി വിദ്യാലയം. അവിടെ വന്നിട്ട് കടമനിട്ട ഒരു ദിവസം വന്നിട്ട് കവിത ചൊല്ലുന്നു, അതൊക്കെ കേൾക്കാൻ പോയിരുന്നു. പിന്നെ ഒരു ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിനെ കൊണ്ടുവന്നിട്ട് ഈ എഴുത്തിനിരുത്താൻ കുട്ടികളെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ അവിടെ കൊണ്ടുവന്നു. ഞാൻ ആ ലൈബ്രറിക്കായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് വായിച്ച എനിക്ക് ഭയങ്കര ഉണ്ട്. ആ സമയത്ത് വായിച്ച സിനിമേനെ കുറിച്ച് ഇങ്ങനെയുള്ള കലാകൗമുദിയിലെ ഫിലിം മാഗസീൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, കലാകൗമുദി. അപ്പോഴാണ് നമ്മൾ ഈ നവസിനിമേനെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കുകയും അറിയുകയും ഫിലിം സൊസൈറ്റികളിലൂടെ സിനിമ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ, പഠിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാലം നമ്മളിങ്ങനെ ഈ കുറച്ച് സുഹൃത്തുക്കളോ എല്ലാം കൂടെ പറഞ്ഞിട്ടാണ് ഇന്നെ അവിടെ ഈ പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. സെബാസ്റ്റ്യൻ മാഷ് പോൾ കല്ലാനോട് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയായിരുന്നു, ക്ലാസ് എടുക്കാനും മറ്റു രീതിയിലൊക്കെ വരികയായിരുന്നു. പിന്നെ അന്നൊരു അമ്പാടി മാഷ് എന്ന് പറഞ്ഞുകൊണ്ട് രാജൻ മാഷ്. പക്ഷെ അതൊരു
ഇതിൻ്റെ അപ്പുറം ഞാൻ ഈ കലേനെക്കുറിച്ചും കേട്ട ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഈൽമസ് കുന എന്ന് പറയുന്ന ഫിലിം മേക്കർ ശരിക്കും ആ സമയത്തിൻ്റെ ഒരു വല്ലാണ്ട് എന്താ പറയുക, ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് അയാൾ ജയിലിൽ കിടന്നിട്ട് ആണ് സിനിമയെ കുറിച്ച് ആലോചിക്കുന്നതും ജയിലിൻ്റെ പുറത്ത് ഇയാൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതും എല്ലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഞാൻ എന്നിട്ട് അതിൻ്റെ അകത്ത് ഇയാളുടെ കുറേ സിനിമേൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ വരച്ച് വെക്കുമായിരുന്നു. ഒരു സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതൊക്കെയാണ് ഞാൻ യൂണിവേഴ്സൽ ആർട്സിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ വരച്ചത് എന്തുണ്ടെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഈ പുസ്തകത്തിൽ ഈ ചെയ്ത ഇൽമസ് കുനേൻ്റെ സിനിമേൻ്റെ കുറേ സാധനങ്ങൾ, മറ്റ് കുറച്ച് ഡ്രോയിങ്സ്, ഇങ്ങനത്തെ സാധനമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതാണ് ശരിക്കും എന്നെ അതിലേക്ക് ശരിക്കും ഈ ദേവൻ എന്ന് പറഞ്ഞ ആളും അയാളാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു വരയ്ക്കാനുള്ള ഒരു 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 ഇത് ഉള്ളിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഞാൻ വരയ്ക്കായിരുന്നു, ഡ്രോയിങ് ബുക്കിലും മറ്റ് പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് നിരന്തരം ഇങ്ങനെ വരച്ചിട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്നവർ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ സമയമൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണെന്നുള്ളൊരു തോന്നലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ. പക്ഷെ അന്നും വേറെ കലേൻ്റെ വേറൊരു ഇതൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ അതിൻ്റെ ചില രാഷ്ട്രീയമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെ ചെയ്തു വെക്കും. ഇപ്പം ഇൽമസ് കുന വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ആ രീതിയിൽ അന്നത്തെ ഒരു രാഷ്ട്രീയ ചിന്തയൊക്കെ ഉണ്ട്. രാഷ്ട്രീയ ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഈ മധുമാഷിൻ്റെ ആ ഒരു ചേതന ലൈബ്രറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും, പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനിലൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ സംസാരങ്ങളിലൂടെയും, അന്ന് പുറമേ ആണെങ്കിൽ ഈ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു കാലമാണ്. ആൾക്കാർ വളരെ സിനിമാ രംഗത്ത് നാടകം കാണാനൊക്കെ നമ്മളന്ന് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ടാണ് ഈ പല നാടകങ്ങളും ഇത് കാണും. ബീസോൺ ഇതിന് പോവും, ഇൻ്റർസോണിനൊക്കെ പോയിട്ട് നാടകം കാണാനും പുതിയത് എവിടെ നടക്കുന്നോ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും കാണാൻ പോവുകയൊക്കെ ചെയ്യുന്ന. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സുനിലിൻ്റെ ചിത്രരചനയെ നമ്മളിങ്ങനെ സമഗ്രമായിട്ട് നോക്കുമ്പോൾ ആദ്യകാല ഇല്ലുസ്ട്രേഷൻസ്, ഇപ്പോൾ കെ സി നാരായൺ മാതൃഭൂമി വാരാന്ത പതിപ്പിലുണ്ടായിരുന്നപ്പോൾ, ലൽക്കാർ ഉണ്ടായിരുന്നപ്പോൾ, പിന്നെ മാധ്യമം, ഭാഷാഭൂഷണി തുടങ്ങിയ ആനുകാലികങ്ങളിലെ ഇല്ലുസ്ട്രേഷൻസ്, ഈ വരകൾ കഥയുടേതായാലും നോവലിൻ്റേതായാലും ഈ വരകൾ വളരെ വ്യത്യസ്തവും മൗലികവുമായ വരകളായിട്ടാണ് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. പലരും അത് സുനിലിൻ്റെ രചനകളെക്കുറിച്ച് പലരും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനപരമായി ഈ നിറങ്ങളും രേഖകളും ഉപയോഗിച്ചുകൊണ്ട് സാധാരണ നിലയിലുള്ള ഒരു ചിത്രകാരനായിട്ട് നിലനിൽക്കുന്ന പരിമിതികളെ അതിവർത്തിക്കുക എന്നതാണ് ഒരു ചിത്രകാരൻ്റെ ലക്ഷ്യം. അപ്പം അതോടൊപ്പം ഈ ഇല്ലുസ്ട്രേഷൻസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നിങ്ങളിൽ എന്തെങ്കിലും പരിമിതി അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? അപ്പോൾ പല ചിത്രകാരന്മാരും രേഖാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ആനുകാലികങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ പരിമിതി സുനിലിന് എങ്ങനെ ഫീൽ ചെയ്തിരുന്നു? ആ പരിമിതിയെ ഈ ചിത്രങ്ങളിലൂടെ എങ്ങനെയാണ് മറികടന്നത്? അതുകൊണ്ടാണ് ഞങ്ങളെ ആകർഷിക്കുന്നതും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും. ഇതൊരു പരിമിതിയായി തോന്നിയിരുന്നെങ്കിൽ ആ പരിമിതിയെ എങ്ങനെയാണ് രചനയിലൂടെ മറികടന്നത്? സത്യത്തിൽ ഈ ഇലസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് ആ കാലത്തൊന്നും കോഴിക്കോട് ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞിരുന്നത് പോൾ കല്ലാനോട് തന്നെയാണ് ആ കാലത്ത് എനിക്ക് വേറൊരു രീതിയിലൊരു ആകർഷണം തോന്നി. അത് പൊതുവെ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ക്ലാസ് എടുക്കാനും ആർട്ട് ഹിസ്റ്ററി പറയാനും, ആ പറയുന്നതിൻ്റെ കൂടെ സാഹിത്യവും കവിതയും സമകാലീന പ്രശ്നങ്ങളും എല്ലാം ചേർത്തിട്ട് അന്ന് വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു.
വേറെ ആയിരുന്നു ഞാൻ ആ ഒരു ചിത്രകാരൻ എന്നുള്ള നിലക്ക് ഇവിടെ നമ്മൾ അങ്ങനെ കോഴിക്കോട് നിന്ന് അങ്ങനെ കേട്ടിട്ടില്ല. അവരൊക്കെ ഈ ചിത്രങ്ങളുടെ സാങ്കേതികത്വത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ കളറുകളെ കുറിച്ചൊക്കെ പറയാമെന്നല്ലാണ്ട് ചിത്രകലേനെ ഒരു ചരിത്രപരമായിട്ട് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ പോൾ കരാനോടായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു മാഷായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ടാവുകയും മാഷ വീട്ടിൽ പോവുകയും മാഷ വീട്ടിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുക്കുകയും വായിക്കുകയും സംസാരിക്കുകയും തർക്കിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധമായിട്ട് വളർന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ ഇടയ്ക്ക് യുവതാര മാസികയിൽ വരയ്ക്കുന്നുണ്ട്. യുവതാര മാസിക അന്ന് മാർക്കോസോ ഹരിഹരനാണെന്ന് തോന്നുന്നു അതിൻ്റെ എഡിറ്റർ. ആ സമയത്ത് KS ഹരിഹരനാണ്. അത് കുറച്ച് കാലം വരച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും പോൾ മാഷും കൂടെ ഒരു പ്രാവശ്യം പോൾ മാഷ് സ്കൂളിൽ പോയി. അപ്പം അന്ന് അതിൽ ഭാസ്കരനൊക്കെ വരയ്ക്കുന്നുണ്ട്. സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ മാഷ് എന്തൊരു കാർട്ടൂണ് ദേശാഭിമാനി കൊടുക്കാണ്ട് നമുക്ക് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം സിദ്ധാർത്ഥൻ പരുത്തിക്കാടിൻ്റെ അടുത്ത് പോകുന്നു. പോൾ മാഷുവിനെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ സുനിൽ ഇപ്പം ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളാണ്, ഇപ്പം യൂണിവേഴ്സൽ പഠനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, നന്നായി ഡ്രോയിങ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ആ പുള്ളി അപ്പം തന്നെ നോക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു 2 കഥ എടുത്ത് തന്നു. സുനിലിനകത്തൊന്ന് വരച്ച് ഉണ്ടായിരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ശരിക്കും ഇങ്ങനെ തുടങ്ങുന്നത്. ഞാൻ യുവതാരയിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദേശാഭിമാനിയിൽ വരച്ചു തുടങ്ങുന്നു. അതാണ് എൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ എന്നുള്ള പക്ഷെ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്നിലുള്ളത് നമ്പൂതിരി, AS ഒക്കെയാണ്. പിന്നെ MB ദേവൻ്റെ ഒക്കെ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മാതൃഭൂമിയിൽ ആ കാലത്തെ വീക്കിലിയൊക്കെ തിരഞ്ഞെടുത്ത് ആർക്കൈവ്സിൽ പോയിട്ട് പൈസ കെട്ടിയിട്ട് ഒരു വീക്കിലി എൻ്റെ പൈസ 1 മണിക്കൂർ വരെ നോക്കാത്ര പൈസ കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ നോക്കി കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരായിരുന്നു എൻ്റെ ആ സമയത്തെ ഇല്ലസ്ട്രേഷനിലെ ഒരു മാതൃകയായിട്ട് മുന്നിൽ. അപ്പോൾ മാഷ് ചോദിച്ചാൽ ഇതിനെ മറികടക്കുക എന്നുള്ളതിൻ്റെ ഞാൻ പിന്നെ കണ്ട നമ്പൂതിരി എല്ലാം ശരിക്കും ഈ ക്യാരക്ടേഴ്സുകളെ മാത്രമായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ഈ ക്യാരക്ടേഴ്സ് ഒരു കഥാപാത്രങ്ങളെ മാത്രം ആ നോവലിലെ ഒരു സ്പേസിൽ, പിന്നെ AS ആണ് അതിന് കുറച്ചും കൂടെ ഒരു പശ്ചാത്തലമൊക്കെ കൊടുത്തങ്ങായിട്ട് വരച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിതിനെ മറികടക്കാൻ ആദ്യം ശ്രമിക്കുന്നത് ഈ മനുഷ്യരുടെ വലുപ്പം, നമ്പൂതിരിയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യരുടെ വലുപ്പം ഒരു മലയാളീൻ്റെ വലുപ്പമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു. പിന്നെ ഈ ASൻ്റെയൊക്കെ ചിത്രങ്ങളിലാണെങ്കിൽ ASൻ്റെ ഒരു തരം ശൈലിയിൽ ഈ സ്ത്രീകളും ഒക്കെ ഭയങ്കര സുന്ദരികളായിട്ടാണെങ്കിലും അതിന് ഒരു പ്രത്യേക സ്റ്റൈലൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നൊരു ഫാനാണ്. ഒരു മരം വരയ്ക്കുകയാണെങ്കിൽ പോലും. അപ്പം ഞാനിതിനെ കുറച്ചും കൂടെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലേക്ക് ഇവിടുത്തെ സാധാരണ മനുഷ്യരെയും സ്ത്രീകളെ ആവുമ്പം അവരൊരു നമ്മൾ നിത്യം കണ്ട് പരിചയപ്പെടുന്ന രീതിയിലുള്ള സാധാരണ മനുഷ്യരിലേക്ക് കൊണ്ടുവരികയും ആ സാധാരണ പശ്ചാത്തലത്തിൽ അവരെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നോണം പ്രതിഷ്ഠിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നത് AS ഒക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പേജ് ലേഔട്ടിൻ്റെ ഒരു പ്രത്യേക ശൈലിയിലും ഒരു പ്രത്യേക ASൻ്റേതായുള്ളൊരു ശൈലീവൽക്കരണം നടത്തുമ്പോൾ ഞാൻ ആ ശൈലീവൽക്കരണത്തിനപ്പുറം അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, അതിൻ്റെ ഒരു പരിസരത്തിലേക്ക്, ആ പരിസരത്തിലേക്ക് പോയി വരയ്ക്കാനും വളരെ സാധാരണമായിട്ടുള്ള മനുഷ്യന്മാരിലെ ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യരെ വരയ്ക്കാനും അവിടെ ഈ സ്റ്റൈലൈസേഷൻ ഒഴിവാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പിന്നീട് ഞാൻ ചെയ്യുന്ന പെയിൻറ്റിങ്ങുകളിലും ആദ്യകാലത്തെ പെയിൻറ്റിങ്ങുകളിലും ഒക്കെ ഉള്ളത്. ഒരു വീട്ടിൻ്റെ അകത്തളം, വീട്ടിൻ്റെ അതിനെക്കുറിച്ച് ഇങ്ങനെ സോമാഷ് എഴുതുന്നതിൽ പോലും ഇങ്ങനെ അകത്തളത്തിലെ പുറം കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് ഞാൻ ചെയ്ത പെയിൻറ്റിങ്ങും ഈ ഡ്രോയിങ്ങിലൊക്കെ വീടിൻ്റെ അകത്തളങ്ങൾ, വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കും, എൻ്റെ ചുറ്റുപാടുള്ള പരിസരത്തും അതിലെ മനുഷ്യരും പ്രത്യേകിച്ച് അതിലെ സ്ത്രീകളെയൊക്കെ ഊന്നിങ്ങായിട്ടായിരുന്നു പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് പിന്നീട് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ വാസ്തവത്തിൽ സുനിൽ തുടക്കത്തിൽ തന്നെ ചിത്രകലയുടെ രാഷ്ട്രീയമാണ് ധ്വനിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും എ സോമൻ്റെ ഓർമ്മയും ഇടപെടലും. സോമൻ അങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടിരുന്നതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നതും, പ്രത്യേകിച്ച് ചിത്രകലയാണ്. ഇപ്പോൾ ഗുഹൻ്റെയും വാങ്മയങ്ങൾ തികയാത്തവൻ എന്ന നിലയിൽ ഗുഹനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എ സോമൻ. അതുപോലെ സുനിലിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഇപ്പം മാതൃഭൂമി വാരാന്ത പതിപ്പിൽ വന്നിട്ടുണ്ട് സുനിലിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ. അപ്പോൾ ഈ രാഷ്ട്രീയ വിവക്ഷകൾ സുനിലിൻ്റെ ചിത്രങ്ങളിലുണ്ട് എന്ന കണ്ടെത്തൽ അതൊരു സുനിൽ അശോകപുരത്തിൻ്റെ ചിത്രകലയുടെ ഒരു മൗലികതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് സുനിൽ അതിനെ വിലയിരുത്തുന്നത്? ഇത് സോമൻ മാഷെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയത്. പക്ഷേ എൻ്റെ ചിത്രങ്ങളിലൊരു രാഷ്ട്രീയമായ നിരീക്ഷണം നടത്തിയതിനെ കൊണ്ട് പറയാണ്. പക്ഷേ അതിന് മുമ്പേ തന്നെ പ്രഭാകരൻ എല്ലാം ബറോഡെ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ഞങ്ങൾ ക്രൈസ്റ്റ് ഹാളിലെ ഒരു ക്യാമ്പിൽ വെച്ച് കാണുകയും ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് നേരം, അന്നാണ് ഞാൻ പ്രഭാകരനെ പരിചയപ്പെടുന്നത്, ഒരുപാട് നേരം ഞങ്ങൾ സംസാരിക്കുകയും മണിക്കൂറുകളോളം ഇരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സംസാരം സത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ ഞാനതുവരെ സാംശീകരിച്ച എൻ്റെ കലാ സങ്കല്പങ്ങളുമായിട്ട് വളരെ അധികം ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അതുവരെ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഞാൻ എൻ്റെ ചിന്തകൾ ശരിയാണോ, ഞാൻ വരയ്ക്കുന്ന രീതി ശരിയാണോ, ഇങ്ങനെയൊക്കെയാണോ കാണേണ്ടത്, ഇപ്പോഴത്തെ മാതിരി കലേനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയാനുള്ള സാഹചര്യങ്ങളും വളരെ കുറവായിരുന്നു. ഇവിടെ അന്നൊരു ഗാലറി പോലും ഇല്ലായിരുന്നു. നമ്മൾ ഈ ചിത്രം വരച്ചു തുടങ്ങുന്ന കാലത്ത് ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ നമ്മളൊക്കെ നടത്തിയത് ഇവിടുത്തെ ഗവൺമെൻറ് ക്ലീനാർട്ട് സ്കൂളിൽ, ഇങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. ഒരു ഗാലറി പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഈ അക്കാഡമീൻ്റെ ക്യാമ്പൊക്കെ നടക്കുമ്പം അവിടെ ചിത്രങ്ങൾ കാണാൻ പോവുകയും ആ ചിത്രങ്ങളൊക്കെ കാണുകയും ചെയ്യുമ്പം വളരെ നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു തരം ഈ മദ്രാസ് സ്കൂൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താന്ത്രിക് കലേൻ്റെ വേറെ വിവിധ രൂപങ്ങളിലാണ് എല്ലാവരുടെ ചിത്രം, അധിക ചിത്രങ്ങളും കേരളത്തിലെ ചിത്രകാരന്മാർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അറിയപ്പെടുന്ന വലിയ ആർട്ടിസ്റ്റുകളതെല്ലാം അതിൽ നിന്ന് അതിൻ്റെ ഒരു നിരാശ ഉണ്ട്. പക്ഷെ ഞാനന്നും വരച്ചുകൊണ്ടിരുന്നത് മനുഷ്യരെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയായിരുന്നു, മനുഷ്യരെ. അപ്പം നമ്മളുടെ ഇടയിലുള്ള പല ചർച്ചകളിലും ആൾക്കാർ മോഡേൺ ആർട്ട്, ആധുനിക കല എന്ന് പറഞ്ഞാൽ ഈ അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങളാണ് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അബ്സ്ട്രാക്റ്റ് അല്ലാണ്ട് ചെയ്യുന്നതൊന്നും നിങ്ങളെന്തോ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന കലയാണെന്നും അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങളാണ് ശരിക്കുള്ള ആധുനിക ചിത്രകല എന്നും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്തിലൂടെയായിരുന്നു ഞാനും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അന്നും ആ രീതിയിലായിരുന്നില്ല വരച്ചുകൊണ്ടിരുന്നത്. അതിനെ എനിക്ക് കുറച്ചും കൂടെ ഉറപ്പിക്കാൻ കഴിഞ്ഞത് പ്രഭാകരനായിട്ടുള്ള അന്ന് ആ ക്യാമ്പിലുണ്ടായ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ എൻ്റെ റൂട്ട് ശരിയായ റൂട്ട് തന്നെയാണെന്നും കുറേ കൂടെ വ്യക്തമാവുന്നു നമ്മളുടെ. അതിനുശേഷമാണ് ഇന്ത്യൻ റാഡിക്കൽ പെയിൻറ്റേഴ്സിൻ്റെ ഷോ ഒക്കെ വരുന്നതും ആ ഷോയിലെ ഫിഗറേറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് നമ്മുടെ കോഴിക്കോട്ടൻ കലാസ്വാദകരും ചിത്രകാരന്മാരും ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും അവർക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാനാവാത്ത രീതിയിൽ ആയിരുന്നു ആ എക്സിബിഷൻ. പലപ്പോഴും ഞാനൊക്കെ അവരെ എത്രയോ തവണ തർക്കിച്ച് അടിയുണ്ടാക്കി പിരിയേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് അന്നത്തെ ചിത്രകാരന്മാരോട്.
ഈ ഒരു മനുഷ്യ ആകാരം ചിത്രങ്ങളിൽ വരുന്നത് എന്തോ ഒരു തരം മോശപ്പെട്ട എന്തോ രീതിയിലാണെന്നുള്ളത് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തായിരുന്നത്. പക്ഷെ ആ പ്രഭാകരനും റാഡിക്കൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിനെ കുറിച്ചും കഴിഞ്ഞിട്ടുള്ള ശരിയായിട്ടുള്ള വിശകലനങ്ങളൊക്കെ സോമമാഷും ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരുപാട് ഇപ്പം പ്രഭാകരൻ്റെ ചിത്രങ്ങളെ കുറിച്ചിട്ടും കൃഷ്ണകുമാറിൻ്റെ ശില്പങ്ങളെ കുറിച്ചിട്ടുമൊക്കെ, അല്ലെങ്കിൽ ആ കാലത്ത് ഹരീന്ദ്രൻ്റെയോ വത്സരാജിൻ്റെയോ ഒക്കെ പെയിൻറ്റിങ്ങുകളെ കുറിച്ചൊക്കെ സോമമാഷുമായിട്ടുള്ള നമ്മളുടെ വൈകുന്നേര ചർച്ചകളിലൂടെയാണ് സത്യത്തിൽ ഒരു ജർമ്മൻ എക്സ്പ്രസിസ്റ്റ് കല സ്വാധീനിച്ചിട്ടുള്ള ആ ഒരു കാലത്ത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ സമരത്തിലൂടെ തുടങ്ങി അവരുടെ ബറോഡ പഠന വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടെല്ലാം തിരിച്ചു വന്നിട്ടുള്ള ഈ ആൾക്കാരിൽ അവരുടെ കലാവീക്ഷണത്തെ സ്വാധീനിച്ച ഒരു ലോക ചരിത്ര പശ്ചാത്തലത്തിൻ്റെ അകത്തുനിന്നാണ് അവർ ഇത്തരം ആർട്ടിലേക്ക് വരുന്നതും അതിൽ അവരെ സ്വാധീനിച്ച ഗോയെ അല്ലെങ്കിൽ മാർക്സ് ബെക്ക്മാനെ പോലുള്ള പെയിൻറ്റേഴ്സും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും കഴിഞ്ഞിട്ടും നടന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളും അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളും ഫാസിസത്തിനെതിരായിട്ടുള്ള അവരുടെ നിലപാടുകളും ഷെഗാളിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങിനെ കുറിച്ചും കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയ വിവക്ഷകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു കലയിലെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് ഉള്ളൊരു ബോധ്യം ശരിക്ക് ഇവരുടെ ഈ എക്സിബിഷനിലൂടെയൊക്കെയാണ് വരുന്നത്. അതിൽ സോമാഷിൻ്റെ മായിട്ടുള്ള സൗഹൃദവും അടുപ്പവും വല്ലാണ്ട് തന്നെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ മാർക്സിസ്റ്റ് കലാവിമർശനം ഒരു മാനദണ്ഡം രവീന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകം വായിക്കുന്നത്. അതിൽ KCS പണിക്കരെ കുറിച്ചിട്ട് R നന്ദകുമാർ എഴുതിയിട്ടുള്ള ഒരു പഠനമുണ്ട്. അതിലാണ് ശരിക്ക് എന്താണ് നമ്മളുടെ മദ്രാസ് സ്കൂളിൽ KCS പണിക്കരുടെ ചിത്രങ്ങളെ എങ്ങനെ കാണണം, ഏത് വീക്ഷണത്തിലൂടെ ആയിരിക്കണം കാണേണ്ടതെന്നുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു രൂപം എനിക്കുണ്ടാവുന്നു. മദ്രാസ് സ്കൂളൊക്കെ അന്നുണ്ടാക്കിയ താന്ത്രിക അല്ലെങ്കിൽ നമ്മളുടെ ആർട്ടിനെ കുറിച്ചുള്ള അന്വേഷണം, അന്നിവിടെ നാടകത്തിലൊക്കെ വെച്ചാൽ കാവാലത്തിനെ പോലെ തനത് നാടകവേദിയും തനത് ചിത്രകലയ്ക്കും വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. ആ അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ ശരിയായിട്ട് നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ ആ കാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ മൂവ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടതോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതാണ് സോമാഷും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു സൗഹൃദവും. സോമാഷ് എനിക്ക് തോന്നുന്നു സോമാഷിക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ കണിശമായ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളായതിനെ കൊണ്ട് എത്രയോ തവണ യൂസഫറക്കലൊക്കെ ഇവിടെ വന്നതും യൂസഫറക്കലിൻ്റെ ചിത്രങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയും പ്രഭാകരനൊക്കെയാണ് ഇന്നത്തെ കലാകാരൻ നമ്മൾ എന്നൊക്കെ ഇങ്ങനെ വളരെ വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചിട്ടും ഒക്കെ പോയിട്ടുള്ള ഒരു കാലം, ആ കാലമൊക്കെ രൂപപ്പെടുത്തിയതാണ് ഞാനും എൻ്റെ ചിത്രങ്ങളൊക്കെ. ചിത്രകലയിലെ രാഷ്ട്രീയത്തിൽ തന്നെയാണ് സുനിൽ ഊന്നുന്നത്. റാഡിക്കൽ പെയിൻറ്റേഴ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് വാസ്തവത്തിൽ ചിത്രകലയെ എങ്ങനെയാണ് ജീവിതഗന്ധിയാക്കുന്നത്. ഇപ്പം ജീവിതഗന്ധി എന്ന് പറയുമ്പോൾ കേരളത്തിലെങ്കിലും കേട്ട് പഴകിയ ഒരു വാക്കാണ്. പക്ഷെ അന്ന് ഉന്നയിക്കപ്പെട്ട ഈ വാക്ക് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ളതായിരുന്നു. സ്വപ്ന ലോകത്തിൽ നിന്നുള്ള ഒരു പിന്മടക്കമായിരുന്നു. മണ്ണിൽ കാലൂന്നി നിൽക്കുന്ന വാസ്തവ ജീവിതത്തിൻ്റെ ആവിഷ്കാരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരുന്നു. അത് സുനിൽ പറഞ്ഞ പോലെ തന്നെ അത് ചിത്രകലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല.
കൃഷ്ണകുമാറാണ് അതിന് മുൻകൈ എടുത്തത്. അനിത ദുബെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ കോഴിക്കോടിൻ്റെ സാംസ്കാരിക ഭൂമികയെ ഇളക്കി മറിച്ച ഒരാഴ്ചത്തെ സംഭവ പരമ്പരകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെയൊരു ആഴമേറിയ സംവേദനക്ഷമത ഞങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ സഹായകമായിരുന്നു. ആ ചരിത്ര സന്ദർഭത്തെ ഓർക്കുമ്പോൾ പിന്നീട് സുനിലിൻ്റെ ചിത്രകല എങ്ങനെയാണ് മറ്റു രീതിയിൽ സർഗാത്മകമായത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരുപാട് മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോ അതിലെ പല ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ അതിന് ശേഷം ഞാനെപ്പോഴും അതിനെ വിലയിരുത്തുക, ഇന്ത്യൻ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിബിഷന് ശേഷവും അതിൻ്റെ മുൻപും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. കേരളത്തിൻ്റെ ചിത്രകല രംഗത്ത് അതുണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതൊന്നുമല്ല. അതിനുശേഷം കേരളത്തിലെ യുവാക്കളായ ചിത്രകാരന്മാരെ മൊത്തം പ്രഭാകരൻ വളരെയധികം സ്വാധീനിച്ചിരുന്നു. പ്രഭാകരൻ്റെ ചിത്രങ്ങൾ അന്ന് നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സോ, മാവേലിക്കരോ, തൃശ്ശൂരൊന്നും കോളേജ് ആയില്ല അന്ന് അക്കാലത്ത്. ഇവിടെ വരുന്ന എല്ലാ പുതിയ ജനറേഷനിലെ ആൾക്കാരുടെ ചിത്രങ്ങളെല്ലാം പ്രഭാകരനിലെ വലിയ പ്രകടമായ സ്വാധീനത്തിൽ അത് ഒരു പരിധിവരെ എന്നെയും ആ കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ചിത്രങ്ങളിലെല്ലാം ഈ റാഡിക്കൽ ഗ്രൂപ്പിന് ശേഷം വരയ്ക്കുന്ന അത് നമ്മൾ മൊത്തം കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ള ഒരു പ്രവണതയാണ്. പിന്നെ അതിൽ നിന്നൊക്കെ അതിനെക്കാട്ടും കൂടുതൽ ഞാനും പ്രഭാകരനും തമ്മിലുള്ള നിരന്തര ബന്ധം കാരണം പ്രഭാകരൻ്റെ വീട്ടിലും പ്രഭാകരൻ എൻ്റെ വീട്ടിലും നിത്യം സന്ദർശനം, നമ്മൾ നിത്യം ചിത്രങ്ങൾ കാണുകയും വരെയും ഞങ്ങൾ തന്നെ ചില എക്സിബിഷനെ കുറിച്ച് സ്വാധീനിക്കും, റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ തകർച്ചയും ഇതെല്ലാം കൂടെ പ്രഭാകരനായിട്ടുള്ള വല്ലാത്തൊരു വിനിമയവും വല്ലാത്തൊരു അടുപ്പവും നിരന്തര സമ്പർക്കവും കാരണവും കൂടിയാവണം എൻ്റെ ചിത്രങ്ങളിലും ആ കാലത്തെ പെയിൻറ്റിങ്ങുകളിലൊക്കെ. അത് ഞാൻ അന്ന് വല്ലാത്തൊരു ആത്മസംഘർഷം അനുഭവിച്ചിരുന്നു. പെയിൻറ്റിങ്ങുകൾ ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോഴും എല്ലാം വല്ലാത്തൊരു സംഘർഷത്തിലൂടെ കടന്നുപോയൊരു സമയമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിട്ട് തന്നെ എക്സിബിഷൻ കോഴിക്കോട് ഒരു വലിയ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷെ അതിലൊക്കെ എനിക്ക് എൻ്റെ ചിത്രങ്ങളോട് അറിയാണ്ടയോ അങ്ങനെയോ പ്രഭാകരനിൽ എന്നിൽ മാത്രമല്ല ഒരുപാട് കേരളത്തിലെ മറ്റ് ചിത്രകാരന്മാരിലും ഞാൻ കണ്ടതാണ്. പിന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പ്രഭാകരനായിട്ടുള്ള കാണൽ ഒഴിവാക്കുകയും വരയ്ക്കാണ്ടിരിക്കുകയും കുറേ കാലം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് പിന്നീട് ഞാൻ ഒരു കാലത്ത് ഇടയ്ക്ക് ചിത്രം വരയ്ക്കുന്നതിൽ മനുഷ്യരെ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് വേറൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മനുഷ്യർ. അങ്ങനെയൊക്കെ ഒരുപാട് നിരന്തരമായിട്ടുള്ള ഒരു സ്ട്രഗിളിലൂടെയാണ് പിന്നീട് ഞാൻ എൻ്റെ ചിത്രങ്ങളിലേക്ക് മാറുന്നത്. ആ ഒരു കുറച്ച് പീരീഡ് ഒരു വല്ലാത്തൊരു സംഘർഷത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്ക് ഞാൻ അനുഭവിച്ചുള്ള വലിയൊരു സംഘർഷത്തിൻ്റെ സമയമായിരുന്നു. അത് എനിക്ക് തന്നെ പ്രകടമായിട്ട് മനസ്സിലായതാണ്. അത് ഇങ്ങനെ ഒരു അത്ര പെട്ടെന്നല്ലെങ്കിലും ഏതൊക്കെയോ രീതിയിലുള്ള ഒരു സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറാൻ പല രീതിയിലുള്ള ശ്രമങ്ങളിലൂടെയാണ് പിന്നീട് ഞാൻ എൻ്റെ ഇതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുകയും ചിത്രങ്ങളെ വേറൊരു ലാൻഡായിട്ട് വലിയൊരു പ്രകൃതിൻ്റെ ശക്തമായ സ്വാധീനം ആയിക്കൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് പിന്നീട് അങ്ങനെയാണ്. അത് മാനസികമായിട്ട് പോലും പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളുടെ
ഒരു വൈകാരിക തലം അതിലുണ്ടായിരുന്നു. അപ്പം അല്ല, അതിന് ശേഷം ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ അതിൽ തന്നെ ചില ചിത്രകാരന്മാരിലും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കൃഷ്ണകുമാറൊക്കെ ഒരു പെയിൻറ്റർ എന്നുള്ള നിലക്ക് കേരളത്തിൽ നടത്തിയിട്ടുള്ള സ്ട്രഗിള് ഒരു ചെറുതൊന്നല്ല. ഞാൻ കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പോളം കൃഷ്ണകുമാറിൻ്റെ സ്റ്റുഡിയോയിൽ, തൃശ്ശൂർ വലപ്പാട് സ്റ്റുഡിയോയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണകുമാർ അന്ന് ശരിക്ക് കുറച്ച് വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ട് കൊണ്ടിരിക്കുക ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അല്ല ഒന്നുമില്ല, രാത്രിത്തെ ഭക്ഷണമാണെന്ന്. അപ്പോൾ അല്ല, അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ കാശൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഉള്ള എന്തൊക്കെയോ വിശന്നപ്പോൾ എടുത്തിട്ടുള്ള അവിടെ കണ്ട കുറച്ച് വെണ്ടയ്ക്കൊക്കെ മുറിച്ചിട്ടിട്ട് കഴിഞ്ഞിട്ട് വേവിച്ച് തിന്നു. പിന്നെ ഞാനന്ന് കൃഷ്ണകുമാറിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നു. അപ്പോൾ കൃഷ്ണകുമാർ ബാക്കിൽ ഒരു വലിയ ഒരു ശില്പം ചെയ്തിട്ടിട്ട് അത് അടിച്ച് പൊളിച്ചിട്ടത്. അപ്പോൾ എനിക്കത് കാണിച്ചു തന്നു. പിന്നെ അത് പൊളിച്ച ഞാൻ അത് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ശില്പം അത് അടിച്ച് പൊളിച്ചു. പിന്നെ എൻ്റെ സ്റ്റുഡിയോയിൽ അന്ന് ഞങ്ങളൊരു പുലർച്ചെ വരെ സംസാരിച്ചു ഒത്തിരിയുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു വാക്കൊക്കെ ഭയങ്കര ഇതാണ്. അപ്പം ഞാനന്ന് ഒരു എനിക്ക് ലേശം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഈ മൂന്നാം ലോക രാജ്യത്തെ കലാകാരന്മാർ കള്ളുടിച്ച് ബീഡിയും വലിച്ച് നടന്നാൽ പോരാ, രാവിലെ എഴുന്നേറ്റ് ഫുട്ബോളൊക്കെ കളിക്കണം, ശരീരം ശ്രദ്ധിക്കണം. നമ്മൾ നേരിടാനുള്ളത്, നമ്മളുടെ മുന്നിലുള്ളത് വലിയൊരു ഇതാണ്, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അത്രയും വലിയ ശക്തികളോടാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ജീവിതം നശിപ്പിച്ച് ശരീരം നശിപ്പിച്ചിട്ടൊന്നല്ല, ബോൾഡായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണകുമാർ. അപ്പം ഞാൻ കൃഷ്ണകുമാറിൻ്റെ ശില്പങ്ങൾ വിൽക്കാണ്ട് എങ്ങനെ, അന്ന് ഇവിടെ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിബിഷൻ നടന്നപ്പം ചിത്രങ്ങൾ വിൽക്കുന്നതിന് കൃഷ്ണകുമാർ എന്ന എതിരായിരുന്നു ആരോ അന്വേഷിച്ചപ്പം. അപ്പം ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഒരു മറുപടി, ഇന്ത്യൻ ബൂർഷ്വാസിക്ക് ചിത്രം വെക്കുന്നതിനെക്കാട്ടും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ അറിയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്തു. ഈ മൂന്നാം ലോക രാജ്യത്തെ കലാകാരന്മാർ വളരെ ബോൾഡായിരിക്കണം, കള്ളും കുടിച്ച് ബീഡിയും വലിച്ച് ശരീരം കളയരുതെന്ന് പറഞ്ഞ ഒരാളാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്തിട്ട് ആ ശരീരം കാണാൻ പോകേണ്ടി വന്നത്. അതിൻ്റെയൊക്കെ ഒരു സംഘർഷങ്ങൾ ആ പീരീഡിൽ വലുതായിരുന്നു. എന്താ പറയുക, എങ്ങനെയാണ് കലയിൽ നിൽക്കുക, പിടിച്ചു നിൽക്കുക, ചിത്രത്തിൻ്റെ വിപണനവും അതിൻ്റെ ഗാലറി സംവിധാനത്തിനോടുള്ള എതിർപ്പുകളും എല്ലാം വെച്ചിട്ട് എങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സുനിൽ പറഞ്ഞതുപോലെ കൃഷ്ണകുമാറിനെയും പ്രഭാകരനെയും പോലെ തന്നെ വലിയ സംഘർഷങ്ങളിലൂടെയാണ് സുനിലും കടന്നു പോകുന്നത്. വ്യക്തിജീവിതത്തിനേറ്റ പ്രഹരങ്ങൾ, പിന്നെ കലാകാരൻ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായി സുനിൽ അവനവനിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് ചിത്രകലയിൽ വലിയ പരിണാമങ്ങളുണ്ടാക്കി. ഈ 3 മാസം മുമ്പ് നടന്ന സുനിലിൻ്റെ ചിത്രകലാ പ്രദർശനത്തിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ അത് വിളിച്ചു പറയുന്നുണ്ട്. അമ്പേ മാറിയ ഒരു ചിത്ര രചനാരീതി, നിറങ്ങളുടെ പരിചരണ സ്വഭാവം ആണ് ആ ചിത്രങ്ങളെ ശ്രദ്ധേയമാക്കിയത്. മനുഷ്യരൂപങ്ങളുടെ സമൃദ്ധിയായിരുന്നു സുനിലിൻ്റെയും പ്രഭാകരൻ്റെയും ഒക്കെ പഴയ കാലചിത്രങ്ങൾ. പക്ഷെ ഇന്നവ നിറങ്ങളിൽ തന്നെ സൗമ്യതയാർജിച്ചുകൊണ്ട് ക്യാൻവാസിൽ വ്യാപിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്.
വലിയ ഒരു 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 മാറ്റം അത് ദൈക്ഷണിക തലത്തിലുണ്ടായതാവും, നിത്യജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്നുണ്ടായതാവും, കാഴ്ചയിലെ, പ്രതീക്ഷയിലെ, സ്വപ്നങ്ങളിലെ സംഘർഷങ്ങളിൽ നിന്നുണ്ടായതാവും. അതൊക്കെ നമുക്കൊന്ന് എങ്ങനെയാണ് അവ സംഭവിക്കുന്നതെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമോ? അത് നേരത്തെ മാഷ് ചോദിച്ച മാതിരി ചിത്രങ്ങളിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ അതങ്ങനെ ഒരു പെട്ടെന്ന് സംഭവിച്ചതല്ല. രീതിയിൽ പറഞ്ഞാൽ ഞാനിതിനെ കാണുന്നത് 90കളിലെ ഇന്ത്യൻ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിബിഷന് ശേഷം കേരളത്തിലുണ്ടായ ചിത്രകലയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അത് കൃത്യമായും വളരെ രാഷ്ട്രീയോന്മുഖവും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു നിലപാടിൽ ഊന്നിയിട്ട് ഉള്ള ഒരു പെയിൻറ്റിങ് എക്സിബിഷനായിരുന്നു. അതിൻ്റെ തുടർച്ച ഒരു വളരെ വർഷങ്ങളോളം കേരളത്തിൽ നിലനിന്നിരുന്നത്. പിന്നീടാണ് അന്ന് വരെ കലാകാരന്മാർ കലേനെയും രാഷ്ട്രീയത്തിനെ കുറിച്ചൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലം കൂടിയാണ്. പിന്നീടാണ് ഡബിൾ എൻഡേഴ്സിൻ്റെ ബോസ് കൃഷ്ണമാചാരിയുടെ നേതൃത്വത്തിൽ ഡബിൾ എൻഡേഴ്സിൻ്റെ ഒരു ഷോ ഇന്ത്യയിൽ മലയാളികളായുള്ള കുറേ ആർട്ടിസ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വരുന്നൊരു ഷോ. അതിനുശേഷം ആ ഷോയ്ക്ക് ശേഷം ഞാൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിബിഷനും ഡബിൾ എൻഡേഴ്സിൻ്റെ ഷോക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള മാറ്റങ്ങൾ രണ്ടും വ്യത്യസ്തമായിരുന്നു. ഒന്ന് വളരെ മനുഷ്യോന്മുഖവും രാഷ്ട്രീയാത്മകവുമായിട്ടുള്ളൊരു മാറ്റമായിരുന്നെങ്കിൽ പിന്നീട് വന്നത് വിപണന കേന്ദ്രവും ഗാലറി സംവിധാനത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു മാറ്റമായിരുന്നു. അതോടുകൂടി ചിത്രകാരന്മാർ തങ്ങളുടെ ചിത്രകലയിലെ മറ്റ് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളിൽ നിന്നെല്ലാം മാറി ഒരു ഗാലറി സംവിധാനത്തിൻ്റെ അകത്തുള്ള രീതികളിലേക്ക് മാറിയതായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ചിത്രങ്ങളിൽ വളരെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വളരെ സൂക്ഷ്മമായ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ക്യാൻവാസ്, പെയിൻറ്റ്, മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വിലപിടിപ്പുള്ള, പണ്ട് പ്രഭാകരനും നമ്മളെല്ലാം വരയ്ക്കുമ്പം നമ്മളിവിടുന്ന് ക്യാൻവാസ് സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കി ഫ്രെയിമൊക്കെ അടിച്ച് നമ്മൾ ചെയ്യുന്ന അതിൽ നിന്നൊക്കെ മാറി ഇപ്പം അതിൻ്റെ ക്വാളിറ്റികളെ കുറിച്ചിട്ട് ലോകത്തെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള പെയിൻറ്റിങ്ങുകൾ വാങ്ങാം. അതിനൊരു വിപണി ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ വിപണി ആവശ്യപ്പെടുന്ന ചില രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് പിന്നീട് രൂപപ്പെട്ടു വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതിൽ ഒരുപാട് പണിയെടുത്തതായിട്ട് തോന്നിക്കുന്ന സാധനം ഒരു ക്യാൻവാസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ മാർക്കറ്റ് തീരുമാനിക്കുന്നത് ഒരുപാട് പണിയെടുത്തതായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷേ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന സ്കില്ലോട് കൂടിയിട്ട് വലിയ ക്യാൻവാസിൽ നമ്മൾ എന്താ പറയുക അന്തം വിട്ട് നിൽക്കുന്ന പോലുള്ള സൂക്ഷ്മമായ അർത്ഥത്തിൽ അത് മറ്റേ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിബിഷനിൽ നിന്ന് മാറിയിട്ട് ഇത് കാണുമ്പോൾ നമ്മളെ ഒരു തരം വല്ലാത്തൊരു ഈ വർക്കിൻ്റെ സ്കില്ലിൻ്റെ മുകളിലുള്ള അതിശയിപ്പിക്കലിലേക്കാണ് പിന്നെ വന്നത്. ഈ രണ്ടും ഇന്ത്യയും ഒരു കാഴ്ചക്കാരെന്നുള്ള നിലക്ക് അത് നമ്മളുടെ വർക്കുകളിൽ ഭയങ്കര പിന്നീട് വരേണ്ട വർക്കുകളെ കുറിച്ചും പിന്നീട് ചെയ്യുന്ന വർക്കുകളെ കുറിച്ചും കഴിഞ്ഞിട്ട് വലിയൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മാറിയിട്ട് ഈ ഒരു തരം ഇവരുണ്ടാക്കുന്ന ഈ വിപണന കേന്ദ്രമായി ഉണ്ടാകുന്ന ഒരു ചിന്താ രീതിയിൽ നിന്നും മാറിയിട്ടും നമ്മുടെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാനാവാണ്ടേയും ഇതിൻ്റെ ഇടയിൽ മനുഷ്യോന്മുഖമായ ഒരു ക്യാൻവാസ്, മനുഷ്യൻ്റെ ജീവിത
ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഇപ്പം പുതിയ കാലത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിരന്തരമായിട്ടുള്ള പ്രകൃതി ചൂഷണവും നമ്മൾ കണ്ട പ്രകൃതി ഒരു 20 കൊല്ലം മുന്നേ കേരളത്തിൽ കണ്ട പ്രകൃതിയൊന്നും ഇല്ലാണ്ടായി പോകുന്നതിൻ്റെയും അതെല്ലാം നശിച്ചു പോകുന്നതിൻ്റെയും അതിൻ്റെ ദുരന്തങ്ങൾ വേറെ രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാലത്ത് ആ പ്രകൃതിയുടെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ വേദനയും വീടിൻ്റെ അകത്തളത്തായിരുന്നു പണ്ട് ഞാൻ ചിത്രങ്ങൾ രൂപപ്പെട്ടെങ്കിൽ ഇന്നത് വീട്ടിൽ നിന്ന് മാറി പ്രകൃതിയിലായിട്ട് പ്രകൃതിയോടുള്ള ഒരു പ്രണയവും പ്രകൃതി തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി വന്നു എന്നുള്ളതാണ് അതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. അത് ബോധപൂർവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തിരഞ്ഞെടുക്കലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ചെയ്യുന്ന രീതികളിൽ വേണമെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് വർക്ക് ചെയ്ത് വേറൊരു രീതിയിൽ ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചയായിട്ട് മാറ്റാനൊക്കെ പറ്റുമെങ്കിലും അതിലേക്കല്ല പോകേണ്ടതെന്നും അങ്ങനെയല്ല ഈ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കേണ്ടതെന്നും ഈ യാഥാർത്ഥ്യങ്ങളെ ചിത്രത്തിൽ കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു ചില ബോധ്യങ്ങളും എല്ലാം പലതും ചില സ്ഥലത്ത് തന്നെ ഞാൻ അറിയാതെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നോക്കിട്ടെ, വളരെ ശരിയാണ് സുനിൽ പറഞ്ഞത്. ഇപ്പം വിപണിയുടെ ഇടപെടലുകൾ ചിത്രകലയിൽ മാത്രമല്ല ജീവിതത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുകയാണ്. അതാണ് നാം നേരിടുന്ന പ്രത്യക്ഷ രാഷ്ട്രീയം. നമ്മൾ ജനങ്ങൾ അപ്രത്യക്ഷമായ രീതിയിൽ പല നിലയിൽ അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സമകാലീന ജീവിതത്തിൻ്റെ പ്രത്യേകത. ഇതിൽ നിന്ന് ചിത്രകാരനോ സാഹിത്യകാരനോ ആർക്കും മാറി നിൽക്കാൻ കഴിയുകയില്ല എന്ന സമീപകാല യാഥാർത്ഥ്യത്തിലാണ് ഇപ്പോൾ സുനിൽ ഊന്നിയത്. വളരെ ശരിയാണ്. അങ്ങനെ അല്ലാതെ ഈ കാഴ്ചകളെ മറച്ചുകൊണ്ട്, ഈ കാഴ്ചകളെ കാണാതെ, ഈ വാസ്തവങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു കലാകാരനും ഇന്ന് അവൻ്റെ കലാരൂപങ്ങൾ രൂപപ്പെടുത്താൻ സാധ്യമല്ല. മുദ്രാവാക്യ സമാനമായ കവിതകൾ എഴുതുന്നു എന്ന് പറഞ്ഞ് പണ്ട് കവികൾ പരിഹസിക്കപ്പെട്ടതുപോലെ ഇന്ന് നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങനെ പരിഹസിക്കാൻ ഒരാൾ മുതിരുകയില്ല എന്നിടത്താണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഇന്ന് നെഞ്ച് ഉറച്ച് നിൽക്കുന്നത്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇന്ന് കവിതയും ചിത്രകലയും ഒന്നും ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ കുറച്ചാളുകളുടെ മാത്രം സ്വകാര്യ വിനിമയോപാധി അല്ലാതെ അവ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പിക്കാസോ പറഞ്ഞതുപോലെ ഈ ഗോർണിക്കോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇത് ആരാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പോലീസ് ഓഫീസറാണ്, നിങ്ങളാണത് ചെയ്തത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നമുക്ക് സത്യം കാണാൻ പറ്റുന്ന ഒരു ജൈവികമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പല രീതിയിൽ നമ്മൾ കൊള്ളയടിക്കപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ബോധം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സുനിലിൻ്റെ പുതിയ കാല ചിത്രം. സുനിലിൻ്റെ കലാചരിത്രത്തിൽ ഇല്ലുസ്ട്രേഷൻസിന് വലിയ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഇല്ലുസ്ട്രേഷൻസിൽ നിന്നായിരുന്നല്ലോ തുടക്കം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 35 വർഷം മുമ്പ് ദേശാഭിമാനി വാരികയിൽ സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എഡിറ്ററായിരിക്കുമ്പോഴാണ് അതിൽ സുനിൽ വരച്ച് തുടങ്ങുന്നത്. പിന്നെ അത് വിവിധ മാധ്യമങ്ങളിൽ വ്യാപിക്കുകയും ഒരു വളരെ സാന്ദർഭികമായി പല
മാറ്റങ്ങൾക്കും വിധേയമായി ആ രചന വെറും ഒരു ആൾരൂപ പ്രദർശനമല്ലാതെ ആ ചിത്രങ്ങൾ വിഷയത്തിൻ്റെ അന്തസത്ത എത്രയും വഹിക്കുന്ന വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളായി മാറുകയുണ്ടായി. പിന്നെ ചിത്രകലയിലേക്ക് വന്നു. അപ്പോൾ ഈ ദേശാഭിമാനി വാരികയിലെ ചിത്രീകരണം, ഈ 35 വർഷം മുമ്പ് തുടങ്ങിയ ചിത്രീകരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വലിയ സവിശേഷതയുമുണ്ട്. അത് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? അത് പക്ഷേ സത്യത്തിൽ ഇലസ്ട്രേഷനിലേക്ക് വരികയല്ല. ഇലസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാൻ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് തന്നെയായിരുന്നു നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയവും. പക്ഷേ സന്ദർഭവശാൽ വളരെ യാദൃശ്ചികമായി ഒരു ദിവസം പോൾ മാഷ് ഒന്നിച്ച് ചെന്നപ്പം എൻ്റെ അടുത്ത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് ഇലസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണത് തുടങ്ങുന്നത്. അത് മാഷ് ചോദിച്ചത് ഇലസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഇലസ്ട്രേഷനിലൂടെയാണ് പലപ്പോഴും പുറം ലോകം അറിയുന്നത്. അതിൻ്റെ മുമ്പേ ഞാൻ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു വീട്ടിലിരുന്നിട്ട്. പക്ഷേ ഈ പെയിൻറ്റിങ്ങൊക്കെ പ്രദർശിക്കപ്പെടുമ്പോൾ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. ഇലസ്ട്രേഷൻ്റെ സാധ്യത അതല്ല. നമ്മളൊരു പ്രിൻ്റഡ് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് 10,000-കണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ കോപ്പികൾ, ലക്ഷക്കണക്കിനോ കോപ്പികളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തും. അതിൻ്റെ ഒരു സാധ്യതയാണ്. ഈ പെയിൻറ്റിങ് നമ്മളൊരു എക്സിബിഷൻ ചെയ്യുന്നു, അവിടെ വരുന്ന ഒരു കാണികളുടെ ഇടയിൽ മാത്രം ഇപ്പോഴത്തെ മാതിരി സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ്. പക്ഷേ ഇലസ്ട്രേഷനിലേക്ക് സ്ഥിരമായി അത് തുടരാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ആ കാലത്ത്, അല്ല ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ല, ഒരു മുഴുവൻ സമയ ചിത്രകാരനായിട്ട് പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കിൻ്റെ ഭാഗമാവുകയും, അങ്ങനെ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ചില നമ്മുടെ സാഹിത്യത്തിനോടും കഥകളും നോവലുകളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് കലയിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ശരിക്കും ഞാൻ ഇലസ്ട്രേഷൻ തുടരാനുള്ള കാരണം. പക്ഷെ അത് ഞാൻ വളരെ ആസ്വദിച്ചും ഇഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതിനെ പിന്നീട് ഞാൻ മുമ്പത്തെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഇത് ബ്ലോക്ക് ചെയ്യുന്ന കാലത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഉള്ളായിരുന്നു, കളറിൻ്റെ സാധ്യതകളില്ലല്ലോ. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സാധ്യതകളും ഈ കളർ പ്രിൻറ്റിങ്ങിലേക്കൊക്കെ വരുന്നതോടുകൂടിയാണ് നമ്മളതൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതും നമ്മളുടെ തന്നെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മാറ്റാവുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പ്, ഒരു അസ്തിത്വം ചിത്രത്തിന് ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ ഒരു കഥക്ക് ചിത്രം വരയ്ക്കുമ്പം കഥേനെ കാട്ടും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒന്ന് വളർന്നിട്ടുണ്ട്. ആ കഥേനെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലും ഇതൊരു ചിത്രമായിട്ട് നിൽക്കാവുന്ന ഒരു രീതിയിൽ അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇന്ന് പൊതുവെ കേരളത്തിലെ ഈ ഇലസ്ട്രേഷൻ മേഖലയിൽ പലരും, ഇപ്പം റിംസണൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള റിംസണിൻ്റെ ഒക്കെ ചിത്രം, റിംസണിൻ്റെ തന്നെ ഒരു വർക്കാണ് കുറച്ച് കാലം ഭാഷാഭൂഷണിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അതിനെ മനസ്സിലാക്കാവുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു മാധ്യമ സംസ്കാരവും വളർന്നിട്ടുണ്ട്. ഒരു കഥേൻ്റെ ഒരു ചിത്രകാരൻ്റെ സ്വതന്ത്ര ആവിഷ്കാരമായിട്ട് കഥക്ക് സഹായകമാകുന്ന, അല്ലെങ്കിൽ അത് വായനക്ക് സഹായകമാകുന്ന ഒരു ചിത്രകാരൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വർക്ക് എന്നുള്ള നിലക്ക് പലപ്പോഴും
അത് മാറുന്നുണ്ട്. ചിലപ്പോൾ അത് കഥകളെക്കാട്ടും മികച്ച് നിൽക്കുന്നതും ആവും. പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഞാൻ ദേശാഭിമാനിയാണ് സത്യത്തിൽ എന്നെ ഒരു 30 വർഷമായിട്ട് ഈ ദേശാഭിമാനിയിലൂടെയാണ് ഞാൻ നിരന്തരം വരച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പലപ്പോഴും ഇന്ത്യ ടുഡേക്കും മാതൃഭൂമിക്കും മാധ്യമത്തിനും ഭാഷാഭൂഷണിക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വിടാണ്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ദേശാഭിമാനിയാണ്. ആ ദേശാഭിമാനി ആണ് സത്യത്തിൽ വേറൊരർത്ഥത്തിൽ ഇതിനെ എന്നെ മറ്റു രീതിയിൽ നമ്മളുടെ ഒരു നിലനിൽപ്പായിട്ട് ബന്ധപ്പെട്ടുമായിട്ട് സഹായിക്കാവുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെന്നെ നിർത്തിയത്. ഈ ഒരു ചിത്രകാരൻ എന്നുള്ള നിലക്ക് എനിക്ക് വേണ്ട ഒരു ആ രീതിയിലുള്ള ഒരു പരിഗണനയോട് കൂടിയിട്ടൊക്കെ പൊതുവെ എന്നെ മാത്രമല്ല, ഇപ്പം പ്രഭാകരനായാലും കവിതയായാലും ഇത്തരം ആർട്ടിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സവിശേഷത ആ ദേശാഭിമാനിക്ക് ഉള്ളതുകൊണ്ടാണ്. ഈ കോഴിക്കോടൻ ചിത്രകലാ കൂട്ടായ്മ വളരെ കോഴിക്കോടിന് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ഒത്തൊരുമിക്കലാണ്. അത് സൗഹൃദത്തിൽ നിന്ന് കലയിലേക്ക് പരിണമിച്ചതാണോ, അതോ കലയിൽ നിന്ന്, കലയുടെ കൂട്ടായ്മയിൽ നിന്ന് ദൃഢ സൗഹൃദത്തിലേക്ക് വളർന്നു വന്നതാണോ? ഇപ്പം ഞങ്ങൾ ഇത് ചിത്രം വരയ്ക്കാത്ത എന്നെപ്പോലെയുള്ള ആളുകൾ നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. ചിലപ്പോൾ ചില സമയം സോമനും ഞാനൊക്കെ നിങ്ങളെയൊക്കെ ഫോളോ ചെയ്തവരാണ്. പ്രഭാകരൻ, സുനിൽ, സുധീഷ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഓർമ്മയായി ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുകയാണ്. എന്താണ് സുനിലിന് അതിനെക്കുറിച്ച്? അത് മാഷ് ചോദിച്ചപ്പോഴാണ്. പക്ഷേ അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ കോഴിക്കോടൻ സൗഹൃദ കൂട്ടായ്മ ആണ് സത്യത്തിൽ എന്നെയൊക്കെ രൂപപ്പെടുത്തി. ഈ സൗഹൃദ കൂട്ടായ്മ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിലൊന്നും നിന്ന് വരില്ല. ഇതിലൊന്നും നിന്ന് പോകാനുള്ള ഒരു സാഹചര്യമല്ല എൻ്റെ ഒരു ചുറ്റുപാട്. പക്ഷെ അതിനെ ഇങ്ങനെ നിലനിർത്തിയത് എന്നെ ഈ കലയെ തന്നെ നിലനിർത്തിയത് കോഴിക്കോട്ടെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മയും കൂട്ടുകാരും ഒക്കെ തന്നെയാണ്. അന്നൊന്നും നമ്മൾ എൻ്റേത് നിൻ്റേത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ ഇല്ലായിരുന്നു. നിൻ്റെ അടുത്തുള്ളത് എൻ്റേതുമാണ്, എൻ്റെ അടുത്തുള്ളത് നിൻ്റേതുമാണ്. നിൻ്റെ ഷർട്ട് എനിക്ക് എപ്പോഴും എടുത്തിടാവുന്നതാണ്, എൻ്റെ ഷർട്ട് നിനക്ക് എപ്പോഴും എടുത്ത്, അങ്ങനെ ഒരുപാട്. ഇപ്പം രാവിലെയൊക്കെ വന്നിട്ട് ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെയൊക്കെ മുമ്പേ ചിലപ്പം വീട്ടിൽ ഞാൻ പുറത്ത് വരയ്ക്കുന്ന മുറിയിൽ വന്നിട്ട് എൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് രാവിലെ വന്നിട്ട് അയ്യപ്പനൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ നന്ദകുമാറൊക്കെ വന്നിട്ടോ അവരുടെ ഷർട്ട് അവിടെ ഊരിയിട്ടിട്ട് എൻ്റെ ഷർട്ട് ഇട്ടിട്ട് പോവുകയും ഇട്ടിട്ട് അങ്ങനെ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ പലപ്പോഴും നമ്മളെ സുഹൃത്തുക്കളുടെ പോയാൽ ചിലപ്പോൾ അവരുടെ ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരു കാശിൻ്റെ കാര്യത്തിൽ നിൻ്റെ അടുത്ത് കാശുണ്ടോ, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇതില്ല. നമ്മുടെ അടുത്ത് ഉള്ളത് നമ്മൾ അന്ന് വരയ്ക്കാൻ ക്യാൻവാസോ അല്ലെങ്കിൽ പേപ്പറോ ഉള്ളൊരു ബുദ്ധിമുട്ടുന്ന സന്ദർഭം കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് സുഹൃത്തുക്കൾ എനിക്കത് വാങ്ങിച്ചു തരികയും അല്ലെങ്കിൽ അത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ട്. ഇപ്പം എക്സിബിഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു എക്സിബിഷനൊക്കെ നടത്താൻ പലപ്പോഴും പ്രേരിപ്പിക്കുക പലപ്പോഴും സുഹൃത്തുക്കളാണ്. ഞാനിങ്ങനെ വരച്ചു വെക്കുന്ന ചിത്രങ്ങൾ കണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് എക്സിബിഷൻ നടത്തണം, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുൻകൈ എടുക്കുന്നത്, അതിൻ്റെ ബ്രോഷർ എഴുതുന്ന സോമാഷൊക്കെ വരുന്നു, ബ്രോഷർ എടുക്കുന്നു, രാമനാഥനെ പോലെ അല്ലെങ്കിൽ മോഹൻ മാഷെ പോലെ, സുധീഷ്, മഹേഷ്, ഇങ്ങനെ പ്രഭാകരനും, ഇങ്ങനെ ഒരു വലിയ ഒരു കൂട്ടം അതിൻ്റെ പിന്നിൽ നടന്നിട്ട് നമ്മളെ തള്ളിക്കൊണ്ടുപോയെന്ന്. നമ്മളതിൽ ഒന്നും ചെയ്യുന്നില്ല, അവരാണ് പിന്നെ അത് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഫ്രെയിം അടിക്കൽ മുതൽ അതിൻ്റെ എഴുത്ത് മുതൽ സുധീഷൊക്കെ വന്നിട്ട് രാവിലെ മുതൽ വന്നിട്ട് വീട്ടിൽ മഹേഷുമൊക്കെ വന്നിട്ട് എൻ്റെ ഒരു എക്സിബിഷന് പോസ്റ്റർ വുഡ് കട്ടിംഗ് ഒക്കെ ആയിട്ട് പ്ലൈവുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വുഡ് കട്ട് ചെയ്ത് അതിൻ്റെ പോസ്റ്ററൊക്കെ എഴുതി അത് ടൗണിൽ ഞങ്ങൾ രാത്രിയൊക്കെ പോയിട്ട് ഇരുന്ന് ഒട്ടിക്കുന്നു. ഇങ്ങനെ അത് സത്യത്തിൽ നമ്മളെ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ഒരു
ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ആ ഒരു സൗഹൃദം പിന്നീട് എനിക്ക് തോന്നുന്നൊരു ഈ ബിനാലേൻ്റെ ഒക്കെ വരവോട് കൂടിയിട്ടാണ് സത്യത്തിൽ അത് ഇല്ലാണ്ടാവുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അതുവരെയൊക്കെ ബിനാലെ അതിൻ്റെ മുമ്പേ നടന്നുള്ള ഈ ഡബിൾ എൻഡേഴ്സിൻ്റെ എക്സിബിഷൻ, ഇപ്പം രാജൻ കൃഷ്ണൻ്റെ ഒരു എക്സിബിഷൻ എറണാകുളത്ത് നടക്കുമ്പം രാജൻ്റെ ഒരു ചെറിയ ചിത്രങ്ങൾ വെച്ചിട്ടുള്ളൊരു ഷോ നടക്കും. അപ്പോൾ രാജനൊക്കെ അന്ന് ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഉള്ളൊരവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഒന്നുമില്ലാണ്ട് ഞാൻ ഈ നമ്മുടെ വടേരിയ സൻഖാനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വടേരിയ സൻഖ ഒരു ചിത്രം 1000 റുപ്യക്ക്. അപ്പം പിന്നീട് രാജൻ ഭയങ്കര ആർട്ട് മാർക്കറ്റൊക്കെ ഉള്ള ആളായെങ്കിലും അന്ന് 1000 റുപ്യക്ക് വടേരിയ സൻഖാനെ കൊണ്ട് ഒരു ചിത്രം 100 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ട് വൈകുന്നേരം ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രം എടുക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ അതൊരു വല്ലാത്തൊരു ഒരു ഷെയറിങ്ങിൻ്റെ ഒരു കാലമായിരുന്നു. അത് പോകുന്നത് പിന്നീട് വന്ന ഈ ഡബിൾ എൻഡേഴ്സിൻ്റെ ഷോ ആർട്ടിനൊരു വേറെ രീതിയിലൊരു കച്ചവട സാധ്യത, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വന്നതോടുകൂടി ഈ എല്ലാവരും അവരവരുടെ ഒരു ലോകത്തേക്ക്, അവരുടെ ഒരു സ്റ്റുഡിയോത്തിലേക്ക്, അവരുടെ കലക്ടർ ആരാണോ ആ കലക്ടറെ കുറിച്ച് പുറത്ത് പറയാണ്ട്, അത് ഷെയർ ചെയ്യാണ്ട് ഈ അവരവരുടെ ഉള്ളിലേക്ക് അവരുടെ തന്നെ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പണ്ട് ഒരു ദിനേഷ് വീഡിയോ അല്ലെങ്കിൽ കള്ളോ ഷെയർ ചെയ്ത മാതിരി ഇല്ലായ്മ, ഭക്ഷണമോ ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാണ്ടായി. ഇപ്പം പൈസ ഒരാളിലേക്ക് ഒരു കലക്ടർ വന്നിട്ട് നിങ്ങളുടെ ഒരു വർക്ക് കുറച്ച് വർക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഷോ പ്ലാൻ ചെയ്യുന്നതോടുകൂടി അയാളിലേക്ക് ഒരു വലിയൊരു എമൗണ്ട് വരുന്നതോടുകൂടി അയാൾക്ക് പിന്നെ വേറെ ആരും വേണ്ടാന്നു, അയാളുടെ ഒരു സ്റ്റുഡിയോ സ്പേസിലേക്ക് ചുരുങ്ങി ആ സ്റ്റുഡിയോയിലേക്ക് തന്നെ വേറെ ആരും കയറ്റാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ പിന്നീട് വന്നിട്ടുണ്ട്. അതെല്ലാം സ്വകാര്യമായിട്ടുള്ള ഒരു പരിപാടികളിലേക്ക് മാറി. അതുവരെ ഉണ്ടായിരുന്ന ഈ കൂട്ടമായി ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വല്ലാണ്ടത് സ്വകാര്യമായിട്ട് ഓരോ മനുഷ്യനെയും അവനവൻ്റെ സ്വകാര്യതയിലേക്ക് കൊണ്ടുപോവുകയും പരസ്പരം കണ്ട് സംസാരിക്കാൻ പോലും നേരമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ കണ്ടാൽ അതിന് പറ്റിയ ആൾക്കാരായിട്ട് അതുവരെ ഷെയർ ചെയ്ത ആൾക്കാരിൽ നിന്ന് വിട്ടിട്ട് അവരായിട്ട് പിന്നെ ഈ ആർട്ട് മാർക്കറ്റിൽ സക്സസ് ആയ ആൾക്കാരോട് മാത്രം സംസാരിക്കുകയും അവരായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുകയും അവരായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കലേൻ്റെ ഒരു കൾച്ചർ നമ്മളുടെ ഇടയിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ പെട്ടെന്ന് ഇല്ലാണ്ടായി. ഇപ്പോഴൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി അതാണ്. അങ്ങനെ ഒരു നമ്മൾ വേറെ രീതിയിൽ ഇടപെട്ട് അനുഭവിച്ച് ജീവിച്ച ഒരാൾക്കാർക്ക് ഇപ്പം ഉണ്ടാക്കുന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് അത് ചിലപ്പം ഇതിൻ്റെ മാത്രം പ്രശ്നമായിരിക്കില്ല. മൊത്തത്തിൽ ഈ ആഗോളവൽക്കരണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ടല്ലോ, ആൾക്കാരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ചുരുക്കുകയും ഈ നമ്മൾ ഇൻ്റർനെറ്റൊക്കെ വരുന്നതോടുകൂടി തന്നെ ആൾക്കാരുടെ ഒരു സാമൂഹ്യ ബന്ധങ്ങൾ കുറയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടി ആയിരിക്കാം. പക്ഷേ എനിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്, എൻ്റെ ആ ഒരു നിരീക്ഷണമാണ്. ശരിയായിക്കൊള്ളണമെന്നില്ല, പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങളുമാണ്.